പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ബ്ലാക്ക് ഇട്ടിട്ട് വന്നിരിക്കുന്ന എന്തിനാ? ഇറക്കി വിടും. ഇതാരാ? ഞാനാണോ എടുത്തത്? നിങ്ങളല്ലേ എടുത്തത്? ഇറക്കി വിടും. സത്യം എന്റെ കൈ രണ്ടും ഇതല്ല, ഞാൻ എടുത്തിട്ടില്ല. എന്റെ കൈ പിടി. എന്റെ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചു. ഓൾക്ക് തിരിഞ്ഞിക്ക്. ഓളെ കൊണ്ടാ സംസാരിക്കുന്നത്. ഓള് പോയി. ഞാൻ ഇങ്ങനെ മുടിയിട്ടില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ വേഗം പറയാൻ, എനിക്ക് ഇറങ്ങാനാ. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അനക്കെന്ത് ബുദ്ധിമുട്ടാ ഇത് കാണുമ്പോ? അനക്ക് നമ്മളെ നഴ്സറി പഠിക്കുമ്പോ പറഞ്ഞേക്കുമല്ലോ, കുളിപ്പിച്ച് ഒരുക്കിയിട്ട് പറഞ്ഞേക്കുമല്ലോ, അതുപോലെയാ തോന്നുന്നു. വേറെ എന്തെന്നാ? എനക്കെന്ത് പ്രശ്നം? ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കെന്തിനാ പ്രശ്നം? ഞാൻ പെണ്ണ് കിട്ടിയല്ലേ, എനിക്കെന്തിനാ പ്രശ്നം? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. കർത്താവ് ഒരു കാര്യം ചോദിച്ചു, ഇയാൾ ഇത് വളച്ചുപിടിച്ച് എന്തൊക്കെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോണത്? തന്നോട് പെണ്ണ് കെട്ടിയ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാ? എല്ലാം ഇനിയിപ്പോ അതിനെ പറ്റി ഞാനിപ്പോ ഒരു കോഹോസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അയാൾക്ക് എന്റെ ഈ ഹെയർ സ്റ്റൈലും ഇഷ്ടപ്പെട്ടില്ല, അയാൾക്ക് എന്നെ കണ്ടപ്പോ കുളിക്കാണ്ട് നടക്കാണ്ട് വന്നിരിക്കുന്ന ആളെ പോലെ തോന്നിന്ന് പറഞ്ഞ എന്നെ കളിയാക്കി ഇൻസൾട്ട് ചെയ്ത് അയാളോട് ഇടിവെച്ച് ഫൈറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിരുന്നതാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അങ്ങനെ അഭിപ്രായമാണെങ്കിൽ ബൈ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇനിയിപ്പോ അയറ്റത്തെ പെണ്ണിട്ടല്ലേ ചടങ്ങൊന്നല്ലല്ലോ ഇത്. ഇതൊരു ടിക്ടോക്കിൽ ലൈവ് കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ ചോദിച്ചാ? അതല്ലേ പറയുന്നേ, നമ്മള് മുടിന്റെയോ ഇതൊന്നും സ്റ്റൈലും ഇതൊന്നും നമ്മള് നോക്കണ്ടേയില്ലല്ലോ. അയ്യോ ഹലോ ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്റെ ദൈവമേ വിട്, കഴിഞ്ഞു. ഞാൻ അവിടെ കുളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ കുളിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്മെൽ അടിക്കൂലല്ലോ. നമ്മള് വേറെ കള്ളി, നിങ്ങള് വേറെ കള്ളി. ഹലോ പ്ലീസ്. അതൊന്നും ഇവിടെ വിഷയമുള്ള കുളിയല്ല. ഹലോ മതി, ഇത് പറഞ്ഞത് ആപത്തായല്ല. ഞാൻ ഓക്കെ 2 ഡേയ്സ് കഴിഞ്ഞാൽ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പം വേറൊരു വാക്ക് പറഞ്ഞല്ലോ, 2 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാൻ. അന്നേരം ഉള്ളയിലും ചെയ്യുവല്ല ചെയ്യുക. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പഴകിപ്പോലേ. തന്നോട് വന്ന് പറഞ്ഞത് എന്നെ വേണം ആദ്യം അടിക്കാൻ, അതേ പിടിച്ച് തൂങ്ങാതെ ഞാൻ ഖദീജയുടെ കാര്യം എടുത്തില്ലൂട്ടാ. ഓക്കെ, എന്നാ കോംപ്രമൈസ്. പേനുണ്ടോ? പേന് കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ കിടന്നിട്ടാണ് പ്രശ്നമെങ്കിൽ അത് വേണ്ട, ഞാനിത് ഒതുക്കി വെക്കാം. ഓക്കെ, എന്താണ് ഇന്ന് ടീമുണ്ടാ? സെറ്റാണോ? ജയിക്കുവോ? പേനുണ്ടോ തലയില്? പേനക്കുള്ളൂ? പേനില്ല. അധികം അനക്കാൻ പാടില്ല, കാരണം ഇങ്ങനെ തെന്നി പോരും. അനക്കാണ്ട് വെക്കാം. ഓക്കെ, ഇന്നെങ്ങനെയാ? ഇന്നെങ്ങനെയാന്നോ? ഇന്നലെ എങ്ങനെയാ? അതുപോലെ തന്നെ ഇന്നെന്തോ മാറ്റണ്ട? ഷർട്ട് മാറ്റണ്ടല്ലോ. ബ്ലാക്ക് ഇട്ടപ്പോ കുറച്ച് സുന്ദരനായിട്ടുണ്ട്. ഞാനെപ്പം സുന്ദരനാണ്. അങ്ങനെ ഞാൻ പറയില്ല, ഇന്ന് കാണാൻ കൊള്ളാന്നാ പറഞ്ഞത്. ചെറുതായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങ് കേറി അങ്ങ് ഇതാക്കണ്ട. ഓക്കെ, നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന്. എന്റെ കൊച്ചെവിടെ? നിന്റെ കൊച്ച് ഇത്ര നേരം എന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കളിയാക്കി മാക്സിമം കളിയാക്കിയിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി നിന്റെ കൊച്ച്. സുമിയെ കാണാൻ പോകുന്നില്ല? സുമിയെ കാണാൻ പോയില്ല, പോണം. അവരിനി ഇവിടെ ഉണ്ടല്ലോ, കാണാം. എന്തെങ്കിലും മ്ലേച്ഛനെ പോലെ ഇരിക്കണേ. ഞാൻ ഇഞ്ച ഒരു കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നഴ്സറി കുട്ടീനെ പോലെ എനിക്ക് തോന്നുന്നു. അല്ല, എന്റെ മുടിയില്ലേ ഒന്ന് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോ ഊർന്നു പോരും. അതുകൊണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഭക്ഷണം എല്ലാം കഴിച്ച് ഇനി കഴിച്ചിക്കാ. ജ്യൂസ് കുടിച്ചാ? ജ്യൂസ് ഇവിടെ റെഡിയിലുണ്ട്, കുടിക്കും. വീട്ടിലൊക്കെ വിളിച്ചു, എല്ലാരും സുഖമായിരിക്കുന്നു? ഓക്കെ, അപ്പം ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? കളിക്കല്, ഗെയിം, അങ്ങനെ പറഞ്ഞാ മതി ട്ടാ. രണ്ടൊന്നു തന്നെയല്ലേ? ഓക്കെ, പണിഷ്മെന്റ് പറയണ്ടല്ലോ അല്ലേ? ഞാൻ പണിഷ്മെന്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് അറിയില്ല. ഓക്കെ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനിയും ഇതാ നമ്മളെ മുടി മറ്റേ വെപ്പ ഫ്രണ്ട് ഭാഗം അതുപോലെ തോന്നുന്നു. ഞാൻ ഇടി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. എന്നെ കൊണ്ട് ഖദീജയുടെ കാര്യം ഇവിടെ വിളമ്പിക്കല്ലേ കേട്ടല്ലോ. എല്ലാം തെരുവ പോലെയാ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചാ. നമ്മളെ തെരുവയില്ല, നമ്മളെ വീട്ടിലെല്ലാം കുടുക്ക കൊണ്ടിരുന്ന ആളില്ല. അപ്പൊ അവര് കുടുക്കേന്റെ ചാക്ക് വെക്കുമ്പോ വേറൊരു സാധനം വെക്കുന്നതാണ് നടുവില്. അതാന്നാ ചോദിച്ചത്, അല്ലാണ്ട് ഞാൻ വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതിനിപ്പത്തിരെന്ന് പറയാ, അങ്ങനെയാ തോന്നുന്നേ. എനിക്ക് കണ്ണാടിയിൽ നോക്കി എനിക്കങ്ങനെ
നിങ്ങളുടെയൊക്കെ തോന്നൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇത് വെപ്പൊന്നും അല്ല. സി കണ്ടോ, വെപ്പാണോ ഇത്? പറിച്ചെടുക്കണോ ഇനി? നോക്ക്, വെപ്പാണോ ഇത്? ഇത്രയും വേണ്ടായിരുന്നു. അല്ല നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ, ചോദിച്ചതല്ലേ. കഴിഞ്ഞ് പൊന്നെ ഒരു ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അപ്പൊ തുടങ്ങിയ പ്രശ്നമാണ്. ഒരാളുടെ അടുത്ത് ഇടി വെച്ച് ഇവിടെ വന്നപ്പോഴത്തേ അയാൾ അതേ പിടിച്ച് തോന്നുന്നു. മറ്റിച്ചല്ല ഇപ്പൊ നാഗവല്ലിയായി. ആ കഴിഞ്ഞല്ല. ഇനി 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 എന്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മുട്ടത്തലയെ കുറിച്ച് സംസാരിച്ചാൽ മതി. ഓക്കെ. എന്താ മന്ത്രവാദിയോ? ഒന്നുമില്ല, എന്റെ മുഖത്തേക്ക് നോക്കണ്ട. ഇഞ്ഞും നോക്കണ്ട. ഇഞ്ചോ ഞാൻ നോക്കുന്നില്ല. ഞാൻ ആര് നോക്കി? നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയാ? ഇന്ന് യൂട്യൂബ് കണ്ടിക്കാ. ഞാൻ കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സൂക്ഷിച്ച് സംസാരിക്കും, സൂക്ഷിക്കാൻ പറഞ്ഞേ. യൂട്യൂബ് കണ്ടിക്കാ. യൂട്യൂബ് നമുക്ക് പിന്നെ സഹിക്കാം, എന്റെ ക്യാപ്ഷനൊന്നും സഹിക്കാനേ പറ്റില്ല. ആ ക്യാപ്ഷൻ ആണ് പ്രശ്നം മൊത്തത്തിൽ. ക്യാപ്ഷൻ ഇടുന്നേ ഈ ലൈവ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾ എന്തിനാണ് വെറുതെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ക്യാപ്ഷൻസ് ഒക്കെ ഗെയിം കഴിയുന്നേരം അങ്ങോട്ട് നോക്കിയിട്ട് തലയിരിഞ്ഞിട്ട് ചാര് കസേല ചേർത്ത് കസേല എന്നെ ബേക്കാക്കിയിട്ട് ഇനി അങ്ങോട്ട് നോക്കിയിട്ടിരുന്നോ. മൊബൈലിൽ നോക്കണ്ട, കഴിഞ്ഞാൽ വിളിക്കും. ഗെയിം പണിഷ്മെന്റോ? പണിഷ്മെന്റ് അല്ല. ഹലോ, അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ കൈവച്ചിരുന്നാൽ ഞാനും ഇങ്ങനെ കൈവച്ചിരിക്കും. നിങ്ങൾ ഇങ്ങനെ കൈവച്ചിരുന്നാൽ ഞാനും ഇങ്ങനെ കൈവച്ചിരിക്കും. നിങ്ങൾ ഇങ്ങനെ കൈവച്ചിരുന്നാൽ ഞാനും ഇങ്ങനെ കൈവച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഞാൻ എങ്ങനെ. ഓക്കെ, പണിഷ്മെന്റ് അറിയാല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്താണ് ഞാൻ എടുക്കില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ എങ്ങനെ എടുക്കുന്ന അതുപോലെ ഇനി എടുക്കണം. ഹലോ, ബെസ്റ്റ് ഓഫ് ത്രീ. ബെസ്റ്റ് ഓഫ് ഒരു മിനിറ്റ് ട്ടാ. ഹേമ കോളിംഗ്.